Hi friends, my name is Sister Lilly Mary Pasala from Hyderabad. I stay in Renewal Center working in Satyadipam. I belong to Missionary Sisters of Mother Mary, MSMM congregation. Today I am going to teach you how to prepare rosary in Malayalam. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, നിങ്ങൾ എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ടോ? എങ്ങനെയാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്? ജപമാല ചൊല്ലിയാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് സിസ്റ്റർ ജപമാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. നമുക്ക് കൊന്ത ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: കുരിശ് വേണം, മുത്ത് വേണം, ചരട് വേണം, പേനയുടെ റീഫിൽ വേണം, മെഴുതിരി ആൻഡ് ലൈറ്റർ വേണം. ഒരു കൊന്ത ഉണ്ടാക്കാൻ ഫസ്റ്റ് നമുക്ക് മെഴുതിരി കത്തിക്കുക. അപ്പം ചരടെടുത്തിട്ട് നമുക്ക് ഒരു കൊന്ത ഉണ്ടാക്കാൻ ഏകദേശം 1.25 ചരട് വേണം. അപ്പം 1.25 ചരട് എടുക്കുക, ഇങ്ങനെ കത്തിച്ച് പിന്നെ റീഫിലെടുക്കുക. റീഫിലെടുത്തിട്ട് ഹോറിസോണ്ടലായിട്ട് വെച്ചിട്ട് ഒരു ഏകദേശം 6-8 ചുറ്റുക. 1, 2, 5, 6, 7, 8. അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ പിടിക്കണം. ഈ ഫിംഗർ മുഴുവനായിട്ട് വെച്ച് ഈ ഫിംഗർ ഇവിടെ പിടിക്കണം. മറ്റേ തുമ്പി എടുത്തിട്ട് റീഫിലിൻ്റെ മുകളിൽ വന്ന് താഴേക്ക് കൊണ്ടുവരിക. അപ്പം ഈ തുമ്പി എടുത്തിട്ട് ഇങ്ങനെ പുല്ലിങ് ചെയ്യുക. പുല്ലിങ് ചെയ്തിട്ട് പതുക്കെ ഇത് പിടിച്ചിട്ട് ഈ റീഫിലെടുക്കണം. അപ്പം ഇത് ഇങ്ങനെ ടൈറ്റായിട്ട് ഈ കട്ട് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് ഒരു 10 ബീഡ്സ് കോർക്കുക. 1, 2, 3, 10 മുത്ത് കോർക്കുക. കോർത്തിട്ട് ഈ കോർത്തുന്ന സമയത്തിൽ കൊന്ത മാതാവേ എനിക്ക് കൊന്ത ഉണ്ടാക്കാൻ പഠിപ്പിക്കണമേ പറഞ്ഞിട്ട് ചെയ്യണം. അപ്പം വേഗം മാതാവ് ഞങ്ങൾക്ക് കൊന്ത പഠിക്കാൻ സഹായിക്കും. 10 മുത്ത് ഇട്ട ശേഷം ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെ റീഫിലെടുത്തിട്ട് മുൻപ് പോലെ പിന്നെ വീണ്ടും കെട്ടുക. ഇങ്ങനെ കട്ടി ഒരു മുത്ത് എടുക്കുക. ഒരു മുത്ത് ഇട്ടിട്ട് പിന്നെ ഒരു കെട്ടുക. ഇപ്പം ഒരു ഡിക്കേഡായി. ഇങ്ങനെ 5 ഡിക്കേഡ്സ് കെട്ടുക. ഇങ്ങനെ ഞങ്ങൾ 5 രഹസ്യങ്ങൾ കെട്ടിത്തീർന്നു. പിന്നെ ബാക്കിയുള്ളത് 5 മുത്തുകളാണ്. അപ്പം ഈ 5 മുത്തുകൾ കെട്ടാനായിട്ട് പിന്നെ കുരിശ് കെട്ടാനായിട്ട് ഈ 2 തുമ്പികൾ എടുത്തിട്ട് പിടിച്ച് ഒന്ന് ചെയ്യണം, ഒരുമിച്ച് കെട്ടണം.
പിന്നെ ലാസ്റ്റ് മുത്ത് വെച്ച് കുരിശിടണം. കുരിശ് ഈശോയിനെ ഇങ്ങനെ പിടിച്ചിട്ട് പുറയില വന്ന് മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെ കുരിശ് പിടിച്ച് ഓപ്പോസിറ്റായിട്ട് പിടിക്കും. കുരിശ് ഞങ്ങൾ പിടിച്ചിട്ട് മുത്തടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കട്ട് കട്ടും. ഇങ്ങനെ ഒരു കൊന്ത കെട്ടി ഇങ്ങനെ അടുത്ത തുമ്പ് കത്തിച്ച് കളയണം. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കൊന്ത കെട്ടാനായിട്ട് പഠിച്ചല്ലേ, വളരെ സിമ്പിളല്ലേ. ഇപ്പം ജപമാല ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീട്ടിലോ ഒരു ജപമാല ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.